ഇവന്റെ വലം കൈകൊണ്ടടികിട്ടിയാൽ അടികിട്ടിയവൻ മരിച്ചുപോകും എന്നതുകൊണ്ട് ഇവൻ ഇടത് കൈകൊണ്ടടിക്കാറുള്ളൂ. ഒരിക്കൽ പട്ടാളക്കാരനായിരുന്ന ഒരു ചുരുളൻമുടിക്കാരൻ മൈക്കിനെ പുച്ഛിച്ച് വെല്ലുവിളിച്ചു. തന്റെ മുതുകിലെ ടാറ്റൂ കാട്ടി അവനെ നേരിടാനിറങ്ങി. മത്സരം തുടങ്ങിയപ്പോൾ എതിരാളിയുടെ ആക്രമണങ്ങളെ ശാന്തമായി പ്രതിരോധിച്ച മൈക്ക് കൃത്യസമയത്ത് ഒരു ഇടംകൈ ഹുക്കിലൂടെ അയാളെ വീഴ്ത്തി. ചിരിച്ചുകൊണ്ടെഴുന്നേറ്റ അയാൾ പ്രകോപിപ്പിക്കാൻ നോക്കിയെങ്കിലും രണ്ടാം റൗണ്ടിലും മൈക്കിന്റെ മാരകമായ ഇടംകൈ പ്രഹരത്തിൽ അയാൾ തകർന്നു വീണു. തോറ്റവന് ടാക്സിക്കൂലി മാത്രം നൽകി കോച്ച് മടക്കിയെങ്കിലും മൈക്ക് അയാളെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അവിടെവെച്ച് ഇരുവരും ഒരേ സ്പെഷ്യൽ ഫോഴ്സിലുണ്ടായിരുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞു. എന്തിനാണ് ഇടംകൈ മാത്രം ഉപയോഗിക്കുന്നതെന്ന് അയാൾ ചോദിച്ചെങ്കിലും മൈക്ക് മിണ്ടിയില്ല. പെട്ടെന്ന് അമ്മയുടെ കട ഗുണ്ടകൾ ആക്രമിക്കുന്നുവെന്ന ഫോൺ വന്നതും മൈക്ക് അവിടേക്ക് കുതിച്ചു. അവിടെ ഗുണ്ടകളെ ഒന്നൊന്നായി മിന്നൽ വേഗത്തിൽ വീഴ്ത്തിയ മൈക്ക് തന്റെ വലങ്കൈ പുറത്തെടുത്തു. ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആരോ ഇത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അമ്മയെ സുരക്ഷിതയാക്കി ഒരു ഗുണ്ടയെ ചോദ്യം ചെയ്യവേ വലിയൊരു ബോഡിഗാർഡുമായി ഗാങ്സ്റ്റർ എത്തി. മൈക്ക് തന്റെ വലങ്കൈ കൊണ്ട് ആദ്യമായി ആഞ്ഞടിച്ചെങ്കിലും ബോഡിഗാർഡ് അത് നിഷ്പ്രയാസം തടഞ്ഞത് അവനെ ഞെട്ടിച്ചു. മൈക്കിന്റെ തുടർച്ചയായ പ്രഹരങ്ങളെ അയാൾ ചെറുത്തുനിൽക്കുകയും മൈക്കിന്റെ കൈകൾ പൂട്ടി തലകൊണ്ടിടിച്ച് താഴെയിടുകയും ചെയ്തു. കൂടെ കൂടാൻ ഗാങ്സ്റ്റർ ആവശ്യപ്പെട്ടെങ്കിലും മൈക്ക് അയാളുടെ മുഖത്ത് തുപ്പി.